തങ്ങളുടെ ഏറ്റവും വലിയ ഓർമ്മകളും പാരമ്പര്യങ്ങളും ഉറങ്ങിക്കിടക്കുന്ന ഒരു മണ്ണാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്ത് വൈദേശിക ആധിപത്യത്തിനെതിരായിക്കൊണ്ട് വലിയ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചൊരു മണ്ണാണ് ഈ മണ്ണ്. പറങ്കിപ്പടയുടെ അധിനിവേശത്തിനെതിരായിക്കൊണ്ട് ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും, പ്രത്യേകിച്ച് സഹോദരി ഉൾപ്പെടെയുള്ള അവരുടെ സംവിധാനത്തെ ചേർത്ത് നിർത്തി കോർത്തിണക്കി ഇവിടെ വൈദേശികാധിപത്യത്തിനെതിരെയുള്ള ആദ്യത്തെ സായുധ പോരാട്ടങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ച ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു മണ്ണാണ്. നമുക്കറിയാം, ഓരോ കാലഘട്ടത്തിലും നമ്മുടെ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും അതാത് കാലഘട്ടത്തിൽ അനാചാരങ്ങളൊക്കെ അപഭ്രംശങ്ങളൊക്കെ ധാർമ്മിക ചുതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ആ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെയൊക്കെ അതിശക്തമായ ഇടപെടലുകൾക്ക് നേതൃത്വം നൽകി ഒരു സമുദായത്തെയും സമൂഹത്തെയും നേർവഴിക്ക് നയിക്കുന്നതിൽ വൈജ്ഞാനികമായ സംവിധാനത്തിന്റെ പിൻബലത്തോടു കൂടി പ്രവർത്തിച്ച് ഒരു നവോത്ഥാന നായകനായി മാറിയ ആളാണ് സൈനുദ്ദീൻ മക്തും തങ്ങൾ. തീർച്ചയായും അദ്ദേഹം തുടങ്ങി വെച്ച ആ പ്രവർത്തനം ഈ പൊന്നാനിയിൽ നിന്നൊരു കാട്ടുതീ പോലെ കേരളം ആകെ കത്തിപ്പടർന്ന് വലിയൊരു നവോത്ഥാന പ്രസ്ഥാനമായി മാറി. അങ്ങനെ അത് വളർന്ന് ഉയർന്ന് ഇന്ന് ഇസ്ലാമിക മത പ്രബോധന രംഗത്ത് വൻ ദർശനത്തിലൂടെ പതിനായിരങ്ങൾ ഇവിടെ നിന്ന് വിദ്യാഭ്യസിച്ച് ഗുരുകുല വിദ്യാഭ്യാസത്തിൽ എന്ന പോലെ അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹം സ്ഥാപിച്ച ഈ ദർശന സംവിധാനത്തിൽ നിന്നുമൊക്കെ അറിവും വിജ്ഞാനവും ആർജിച്ചെടുത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു ചെന്ന് ആ ആശയങ്ങൾ കൈമാറി ഒരു മതവൃക്ഷമായ സംവിധാനത്തെ വളർത്തി അങ്ങനെ ഒരു നവോത്ഥാന നായകനായി മാറിയ വ്യക്തിത്വത്തിന് ഉടമയാണ് പ്രിയപ്പെട്ട മക്തും തങ്ങൾ. തീർച്ചയായും ആ ഉലമ ആക്ടിവിസം തന്നെയാണ് അതാത് കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ അതാത് കാലഘട്ടത്തിൽ പടപൊരുതി ആക്റ്റീവായി ഇടപെട്ട് സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് സാമൂഹിക പുനർനിർമ്മാണത്തിനും പരിഷ്കരണത്തിനും വേണ്ടി അന്ന് നിലപാടെടുത്തതുപോലെ തന്നെ ഇന്നും നമ്മുടെ സംസ്ഥ വലിയ മാറ്റത്തിന് നമ്മുടെ സമൂഹം വലിയ ധാർമ്മികമായ അപഭ്രംശത്തിലൂടെ കടന്നു പോകുമ്പോൾ സമൂഹം പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് സംസ്ഥ പോലെയുള്ള ധാർമ്മിക ബോധനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആശയങ്ങളെ ആദർശങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ പ്രസ്ഥാനത്തിലേക്കാണ്. ഒരു കടിക്കണ്ടിക്കിട പോലും വിട്ടുവീഴ്ചയില്ലാതെ ധാർമ്മിക ബോധ്യങ്ങൾക്കും മൂല്യങ്ങൾക്കും വേണ്ടി നിലപാടെടുക്കുന്ന ധാർമ്മികതയുടെ കാവൽ മലാഹമാരായി കാവൽക്കാരായി പതിനായിരക്കണക്കിന് വരുന്ന ആളുകളെ മകലുകളിലും മദ്രസകളിലൂടെ നിയോഗിച്ച് നമ്മുടെ സമൂഹത്തിന്റെ ധാർമ്മിക അപഭ്രംശത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സൈനുദ്ദീൻ മക്തും തങ്ങൾ തുടങ്ങി വെച്ച നവോത്ഥാന പാരമ്പര്യത്തിന് പോറലേൽക്കാതെ ആ പാരമ്പര്യത്തെ അടുത്ത തലമുറയിലേക്ക് അടുത്ത നൂറ്റാണ്ടിലേക്ക് കൈമാറുക എന്ന കാലഘട്ടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഉലമ ആക്ടിവിസവുമായി വളരെ സജീവമായി മുന്നോട്ട് പോകുന്നു. മക്തും തങ്ങൾ വന്ന കാലത്ത് വൈദേശികമായ ആധിപത്യമായിരുന്നു നമ്മുടെ സമൂഹം നേരിട്ടതെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമാണ് നമ്മുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ നാട് നേരിടുന്നത് വർഗീയമായ വിഭജനമാണ്. ഈ രാജ്യത്ത് തന്നെയുള്ള സാംസ്കാരികമായ അധിനിവേശം നമ്മൾ ഭരണഘടന അനുവദിച്ചിരിക്കുന്ന നമുക്ക് അനുവദിച്ചിരിക്കുന്ന പല തവണ അവകാശങ്ങളും കവർന്നെടുക്കാനുള്ള ശ്രമം ഇന്ന് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭരണകൂട ഭീകരതയ്ക്കെതിരെ വർഗീയതയ്ക്കെതിരെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് തഴച്ചു വളരുന്ന ലഹരി മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ സാമൂഹികമായ തിന്മകൾക്കെതിരെയുള്ള വലിയ പോരാട്ടം സൈനുദ്ദീൻ മക്തും തങ്ങൾ തുടങ്ങി വെച്ച നവോത്ഥാനത്തിന്റെ പോരാട്ടം അടുത്ത തലമുറയിലേക്ക് കൊണ്ടുപോകേണ്ടത് തീർച്ചയായും നമ്മുടെ ഉലമാക്കളാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് SMFന്റെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പഴമയിൽ നിന്ന് നമ്മുടെ പൈതൃകങ്ങളിൽ നിന്ന് നമ്മുടെ ചരിത്രത്തിൽ നിന്ന് ഊർജം ആവഹിച്ചുകൊണ്ട് പുതിയ പോരാട്ടത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് പുതിയ മേഖലകളിലേക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഈ സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ സെമിനാർ നമ്മുടെ നൂറ്റാണ്ടുകൾ നീണ്ട ആ പാരമ്പര്യത്തിൽ ഊർജ്ജം കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ SMFന് സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്